എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വാർത്താമഴയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വയനാടും ചേലക്കരയും നാളെ ബൂത്തിലേക്ക്. കേരളപ്പോര് പവേർഡ് ബൈ KLM മാക്സിവ ഗോൾഡ് ലോൺ. പുരോഗതിയുടെ ആനന്ദം എല്ലാവർക്കും. Co-sponsored by Bima Jewels 100th Anniversary Super Surprise. ആവേശം നിറഞ്ഞ പ്രചാരണത്തിനൊടുവിൽ നാളെ വയനാടും ചേലക്കരയും പോളിംഗ് ബൂത്തിലേക്ക്. നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമായ ഇന്ന് വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു സ്ഥാനാർത്ഥികളും പ്രവർത്തകരും. നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. വയനാട് ലോക്സഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്കാണ് ആദ്യം. ഒരു മാസത്തോളം നീണ്ട പ്രചാരണ പോരിനൊടുവിൽ നാളെ വയനാട്ടിൽ ജനവിധി. നിശബ്ദ പ്രചാരണ ദിവസവും ബഹളങ്ങളില്ലാതെ വോട്ടുറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിൽ മുന്നണികൾ. LDF സ്ഥാനാർത്ഥി സത്യൻ മൊകേരിയും NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസും പൗരപ്രമുഖരെ കണ്ടു. പ്രിയങ്ക ഗാന്ധി വിശ്രമം തെരഞ്ഞെടുത്തെങ്കിലും പ്രവർത്തകർ അവിശ്രമം കളത്തിൽ. ഭൂരിപക്ഷം 5 ലക്ഷം കടക്കുമെന്ന UDF, വ്യാമോഹമെന്ന് എതിരാളികൾ. ആരാധനാലയവും മതചിഹ്നങ്ങളും പ്രചാരണത്തിന് ഉപയോഗിച്ചെന്നാരോപിച്ച് LDF തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. അതേസമയം സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിച്ചിരുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളും അനുബന്ധ സാമഗ്രികളും ഉദ്യോഗസ്ഥർക്ക് വിതരണം ചെയ്തു. 1354 പോളിംഗ് സ്റ്റേഷനുകളാണ് വയനാട് മണ്ഡലത്തിൽ സജ്ജമാക്കുന്നത്. ജില്ലയിൽ 2 ബൂത്തുകളാണ് അതീവ സുരക്ഷാ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 11 പോളിംഗ് ബൂത്തുകൾ പ്രത്യേക സുരക്ഷാ പട്ടികയിലുമുണ്ട്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് വോട്ട് ചെയ്യുന്നതിനായി മേപ്പാടി ചൂരൽമല പ്രദേശങ്ങളിലായി പ്രത്യേക ബൂത്തുകൾ സജ്ജീകരിച്ചു. 14,71,742 വോട്ടർമാരാണ് വയനാട് മണ്ഡലത്തിലുള്ളത്. 24 വയനാട്. ഇനി ചേലക്കരയിലേക്ക് വന്നാൽ മുൻകാലങ്ങളെക്കാൾ വാശിയേറിയ തെരഞ്ഞെടുപ്പാണ് ഇക്കുറിയെന്ന് നേതാക്കൾ പറയുന്നു. പോളിംഗിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചേലക്കരയിൽ പൂർത്തിയായി. രണ്ട് 2,13,103 വോട്ടർമാർ, 180 പോളിംഗ് ബൂത്തുകൾ. ചേലക്കര നാളെ വിധി എഴുതുകയാണ്. അപ്രതീക്ഷിത വിവാദങ്ങളും വികസന ചർച്ചകളും ആർക്കനുകൂലമാകുമെന്നത് പ്രവചനാതീതം. 10,000-ഓളം പുതിയ വോട്ടർമാരും ഇത്തവണ ചേലക്കരയിലുണ്ട്. 4 സ്ഥാനാർത്ഥികളും നിശബ്ദ പ്രചരണ ദിവസവും മണ്ഡലത്തിൽ സജീവം. ഏകദേശം നിശബ്ദ പ്രചരണം അവസാനിക്കാൻ പോവാണ്. അങ്ങനെ എല്ലാവരെയും കണ്ടുകൊണ്ട് വോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടപ്രദക്ഷിണത്തിലാണ് ഇന്ന്. ഇനി 3 പഞ്ചായത്ത് കൂടി ബാക്കി നിൽക്കുന്നുണ്ട്. വിവാദങ്ങൾ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്ന LDF സ്ഥാനാർത്ഥി UR പ്രദീപ്. ഒരുപാട് വിവാദങ്ങൾ LDFനെ വേട്ടയാടിയിരുന്നു. അതൊക്കെ വോട്ടർമാരെ സ്വാധീനിക്കുമെന്ന് കരുതുന്നുണ്ടോ? പരമാവധി അതിനെല്ലാം മറുപടി നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് വോട്ടർമാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ഇടപെടലും നടത്തിയിട്ടുണ്ട്. അത് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. വിജയപ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് പോവുകയാണ് NDA സ്ഥാനാർത്ഥി K ബാലകൃഷ്ണനും. BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ ആത്മവിശ്വാസം കൂടിയിരിക്കണം. ഇന്നലത്തെ കൊട്ടിക്കലാശം കഴിഞ്ഞോടുകൂടി തന്നെ അതിൻ്റെ വലിയ പ്രതീക്ഷ ഞാൻ നൽകുന്ന കൊട്ടിക്കലാശമായിരുന്നു ചേലക്കരയിൽ നടന്നത്. തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി. എല്ലാം സജ്ജമെന്ന തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യ. 864 പോളിംഗ് ഒഫീഷ്യൽസാണ് ഈ ചേലക്കര ബൈപോളുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. പിന്നെ 14 മൈക്രോ ഒബ്സർവേഴ്സ് ഉണ്ട്. പിന്നെ 600ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചിട്ടുണ്ട്. 150 ബൂത്തുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിന് 14 പ്രശ്നബാധിത ബൂത്തുകളാണുള്ളത്. അപ്പോൾ അവിടെ പ്രത്യേകമായിട്ടുള്ള അധിക സുരക്ഷയുണ്ട്. കൂടാതെ നമ്മൾ 150 ബൂത്തിലും ലൈവ് വെബ്കാസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. പുലർച്ചെ 6 മണി മുതലാണ് പോളിംഗ്. 1/4 നൂറ്റാണ്ടായി മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കാത്ത ചേലക്കരക്കാരുടെ മനം മാറ്റുമോ 28 ദിവസത്തോളം നീണ്ടുനിന്ന പ്രചരണകാലം? കാത്തിരുന്നു കാണാം. ചേലക്കരയിൽ നിന്നും രാജ് കിരണിനൊപ്പം അശ്വിൻ പാലാഴി, 24. ചേലക്കരയിൽ പുതിയ വിവാദം. പോളിംഗ് ബൂത്തിലെത്താൻ മണിക്കൂറുകൾ ബാക്കിയുള്ളപ്പോൾ ചേലക്കര മണ്ഡലത്തിന്റെ അതിർത്തിയിൽ നിന്ന് 19.7 ലക്ഷം രൂപ പിടികൂടി. ചെറുതുരുത്തിയിൽ ഇലക്ഷൻ സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് വാഹനത്തിൽ കടത്തിയ പണം പിടിച്ചെടുത്തത്. സംഭവത്തിൽ പരസ്പരം ആരോപണവുമായി CPIM-ഉം കോൺഗ്രസും രംഗത്ത് വന്നു. ഇന്ന് രാവിലെ 9:30-ഓടെയായിരുന്നു സംഭവം. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേക സ്ക്വാഡിന്റെ പരിശോധനയിലാണ് കാറിൽ നിന്ന് പണം കണ്ടെടുത്തത്. ചെറുതുരുത്തിയിലായിരുന്നു പരിശോധന. കുളപ്പുള്ളി സ്വദേശി ജയനും മകനും ഡ്രൈവറുമാണ് വാഹനത്തിലുണ്ടായിരുന്നത്. 19,70,000 രൂപയാണ് പിടിച്ചെടുത്തത്. പണത്തിന്റെ രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ല.
ആദായനികുതി വകുപ്പ് അന്വേഷണം ഏറ്റെടുത്തു. SNDP ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ നേതാവ് കൂടിയായ CC ജയന്റെ വീട്ടിൽ ആദായനികുതി വകുപ്പ് പരിശോധന നടത്തി. വീട്ടിൽ നിന്ന് 5 ലക്ഷം രൂപ കണ്ടെടുത്തെങ്കിലും ഈ പണം തിരികെ നൽകി. പുതിയ വീടിന്റെ നിർമ്മാണ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് പണമെന്നും കൊച്ചിയിലേക്ക് ടൈലെടുക്കാൻ പോവുകയായിരുന്നുവെന്നുമാണ് CC ജയൻ പറയുന്നത്. പണം പിടിച്ചെടുത്തതിൽ കോൺഗ്രസിന് ബന്ധമുണ്ടെന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി. ഇപ്പോൾ പാലക്കാട്ടിൽ കൊണ്ടുവന്ന പണത്തിൻ്റെ ഒരു പങ്ക് ചേലക്കരയിലും കോൺഗ്രസ് എത്തിച്ചിട്ടുണ്ട്. അത് സമഗ്രമായ ഒരു അന്വേഷണം നടത്തണം. മാത്രമല്ല, ഈ പിടിച്ച വ്യക്തി CC ജയനുമായി ഇവിടെ കോൺഗ്രസിൻ്റെ ഒരു കൗൺസിലർ നല്ല ബന്ധമാണുള്ളത്. സംഭവത്തിൽ CPIMനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. പിടികൂടിയ പണം CPIMന്റേതാണോ എന്ന് പരിശോധിക്കണമെന്നാണ് ആവശ്യം. ഒളപ്പള്ളി സ്വദേശിയായ ജയൻ, ഇദ്ദേഹം ഇപ്പോൾ ഈ പണം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ LDF കൺവീനറുമായ ശ്രീ EP ജയരാജന്റെ കൂടി നിർദ്ദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്. പണം LDFന് വേണ്ടിയുള്ളതാണെന്ന് PV അൻവർ MLAയും ആരോപിച്ചു. 24 തൃശൂർ. ഉന്നതി ഫയൽ വിവാദത്തിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ M ജയതിലകിന്റെ റിപ്പോർട്ടിനൊപ്പമുള്ള K ഗോപാലകൃഷ്ണൻ IASന്റെ കത്ത് 24-ന്. ഉന്നതിയുടെ ഫയലുകൾ കാണാനില്ല എന്ന പരാതി കത്തിലില്ല. ഡോക്ടർ A ജയതിലക് റിപ്പോർട്ടിൽ പ്രശാന്തിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് വിരുദ്ധമാണ് ഇപ്പോൾ പുറത്തുവരുന്ന രേഖ. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തറാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഗുഡ് ഈവനിംഗ്. ഇത്രയധികം വിവാദമുണ്ടാക്കിയത് ഡോക്ടർ A ജയതിലക് നൽകിയ ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ N പ്രശാന്തിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഘടകവിരുദ്ധമായ ഒരു രേഖ ണല്ലോ ഇപ്പോൾ പുറത്ത് വരുന്നത്. അതിലെ വിവരങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റിന, അതായത് ഈ ഉന്നതി വിവാദ ഫയൽ കൈമാറ്റ വിവാദവുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന രേഖ അത് N പ്രശാന്തിന് അനുകൂലമാണ്. പക്ഷേ ആ സൈക്കിളിൽ കൂടുതൽ രേഖകൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. അതായത് A ജയതിലക് നൽകിയ റിപ്പോർട്ടിൽ ഹാജരാക്കിയ ഒരു കത്ത്, അത് K ഗോപാലകൃഷ്ണൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി A ജയതിലകിന് അയച്ചൊരു കത്തായിരുന്നു. ആ കത്ത് സ്ഥാപിച്ചുകൊണ്ടാണ് N പ്രശാന്ത് ഫയലുകൾ നൽകിയില്ല എന്നുള്ള ആരോപണം അത് ഗൗരവമായി ഉയർത്തുന്നത്. എന്നാൽ ഈ കത്തിൽ ഫയലുകൾ കാണാനില്ല എന്ന് പറയുന്നില്ല. പകരം ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ഇമെയിൽ തുടങ്ങിയവയുടെ പാസ്വേഡ്, വെബ്സൈറ്റ് ലോഗിൻ എന്നിവ കിട്ടിയില്ലെന്നാണ് കത്തിന്റെ ഉള്ളടക്കം. കൂടാതെ ഈ വെബ് ഡെവലപ്പറാണ് ഇത്തരം വിവരങ്ങൾ സൂക്ഷിക്കുന്നത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ കത്തിൽ പറയുന്ന മറ്റൊരു കാര്യം ആദ്യത്തെ ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സ് ഇല്ല എന്നുള്ളതാണ്. പക്ഷേ തൊട്ടടുത്ത ബോർഡ് യോഗത്തിൽ അതിന് മുൻപത്തെ ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സ് ഉണ്ടാവുമെന്നുള്ളത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. പക്ഷേ അതില്ല എന്ന് പറയുന്നത് വിചിത്രവാദമായി അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ രേഖ നിലവിൽ ഇപ്പോൾ അത് N പ്രശാന്തിന് അല്ലെങ്കിൽ N പ്രശാന്ത് പറഞ്ഞ കാര്യങ്ങൾക്ക് കൂടുതൽ ബലം നൽകും. പക്ഷേ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ആ സൈക്കിളിൽ കൂടുതൽ രേഖകൾ പുറത്തേക്ക് വരാനിരിക്കുന്നുണ്ട്. ക്രിസ്റ്റീന. ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്. ഉന്നതി ഫയൽ വിവാദത്തിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലകിന്റെ റിപ്പോർട്ടിനൊപ്പമുള്ള K ഗോപാലകൃഷ്ണൻ IASന്റെ കത്ത് 24-ന് ലഭിച്ചു. ഈ കത്തുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് ഷഫീദ് റാവുത്തർ ഇപ്പോൾ നൽകിയത്. ഏറെ വിവാദമായ ഈ ജയതിലകിന്റെ റിപ്പോർട്ടായിരുന്നു IAS തലപ്പത്തെ ചേരിപ്പോര് പുറത്തു കൊണ്ടുവന്നത്. ഇതിൽ N പ്രശാന്തിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് വിരുദ്ധമായ ചില കാര്യങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. ഈ വിശദാംശങ്ങളാണ് ഷഫീദ് റാവുത്തർ നൽകിയത്. മലപ്പുറം നിലമ്പൂർ പെരുവമ്പാടത്ത് അജ്ഞാത ജീവി ആടുകളെ കടിച്ചുകൊന്നു. ആടുകൾക്കൊപ്പമുണ്ടായിരുന്ന യുവാവ് ഓടി രക്ഷപ്പെട്ടു. പുലിയാണ് ആക്രമിച്ചതെന്ന് യുവാവ് പറയുന്നു. ഇത് സ്ഥിരീകരിക്കാനായിട്ടില്ലെന്ന് വനം വകുപ്പ് അറിയിച്ചു. ആടിനെ തിറ്റേന്ന് ഒരു 10 മണി 10:30 ആയപ്പോൾ ആ ടൈമിലാണ് ആടിനെ അങ്ങനെ പിടിക്കാനുണ്ടായത്. ഞാൻ കുറേ സൗണ്ടൊക്കെ ഉണ്ടാക്കി. പിന്നെ 2 ഉണ്ടായിരുന്നു. ഓടിച്ചിട്ടും പോയൊന്നുമില്ല. പിന്നെ അവിടെ നിന്ന് മാറി ആൾക്കാരെ വിളിച്ചു. അവിടെ കയറിപ്പോയി. പുള്ളി തന്നെ 2 ഉണ്ടായിരുന്നു. അങ്ങോട്ട് തന്നെ കയറിപ്പോയി കാട്ടിക്ക്. എന്നെ കണ്ടിട്ടൊന്നുമില്ല. വിവരങ്ങളുമായി മലപ്പുറത്തുനിന്നും ചേരുന്നത് സമീർ ബിൻ കരീമാണ്. സമീർ, ഗുഡ് ഈവനിങ്. ഈ ജീവി എന്താണ്, ഏത് ജീവിയാണ് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണമായിട്ടുണ്ടോ? പ്രദേശവാസി പറയുന്നത് അതൊരു പുലിയാണെന്ന് തന്നെയാണല്ലോ. അനുജ, ഏത് മൃഗമാണ് ആക്രമിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. വനപാലകർ സംഭവ സ്ഥലത്ത് പരിശോധന നടത്തിയെങ്കിലും പുലിയുടേതെന്ന് സംശയിക്കുന്ന തരത്തിലുള്ള കാൽപ്പാടുകളൊന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത്. ഇന്ന് പകൽ സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. നിലമ്പൂരിലെ വനമേഖലയോട് ചേർന്നുള്ള ഈ ഭാഗത്ത് 2 ആടുകളെയാണ് ഈ അജ്ഞാത ജീവി ആക്രമിച്ചിരിക്കുന്നത്. ഈ പൗവത്തിൽ പ്രീത എന്ന് പറയുന്നവരുടെ ഉടമസ്ഥയിലുള്ള ആടിനെയാണ് പകൽ സമയത്ത് 2 പുലികൾ വന്ന് ആക്രമിച്ചു എന്ന് യുവാക്കൾ പറയുന്നത്. ആ സമയത്ത് പുലി ആക്രമിക്കുന്നത് കണ്ട് പ്രീതയുടെ മകൻ അമൽ ഈ ഭാഗത്തേക്ക് ഓടിയെത്തിയിരുന്നു. എന്നാൽ ആടുകൾ രക്ഷപ്പെടുത്താനായി
ഉണ്ടായില്ല. തുടർന്ന് അമൽ തന്നെ ഓടി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന് പിന്നാലെയാണ് വനപാലകരെ വിവരമറിയിക്കുകയും വനപാലകർ സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തിരിക്കുന്നത്. നിലവിൽ ഈ പുലിയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്ന സ്ഥലം എന്നുള്ളത്, അല്ലെങ്കിൽ ഈ വന്യജീവിയുടെ ആക്രമണം ഉണ്ടായിരിക്കും എന്ന് പറയുന്ന സ്ഥലം എന്നുള്ളത് സ്വകാര്യ ഭൂമിയാണ്. ഇതിനോട് ചേർന്ന് വലിയ വനമേഖലയാണ് സ്ഥിതി ചെയ്യുന്നത്. വർഷങ്ങൾക്കും മാസങ്ങൾക്കും മുന്നേയൊക്കെ തന്നെ ഈ ഭാഗത്ത് കടുവ, പുലി ഉൾപ്പെടെയുള്ളവരുടെ ശല്യം അതിരൂക്ഷമാണ്. രാവിലെയൊക്കെ ഈ ടാപ്പിങ്ങിന് പോകുന്ന തൊഴിലാളികൾ ഈ പുലിക്കും കടുവയുടെയും ഒക്കെ തന്നെ മുന്നിൽ പല ഘട്ടങ്ങളായി പെട്ട സാഹചര്യം ഈ ഭാഗത്തുണ്ട്. ഒപ്പം തന്നെ നേരത്തെയും ആടുകൾക്ക് നേരെ പുലി, കടുവ ഉൾപ്പെടെയുള്ള മൃഗങ്ങളുടെ ആക്രമണം ഈ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ നാട്ടുകാരും ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ വ്യക്തമാക്കുന്നത്. അനുജ, ശരി. മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സമീർ ബിൻ കരീം. സീപ്ലെയിൻ പദ്ധതി 10 വർഷം മുൻപേ കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയുമായിരുന്നുവെന്ന് സീബേർഡ് സീപ്ലെയിൻ സിഇഒ സൂരജ് ജോസ്. ചില സർക്കാർ ഉദ്യോഗസ്ഥർ അട്ടിമറിച്ചതാണ് പദ്ധതി വൈകാൻ കാരണം. കൃത്യമായ പദ്ധതി രേഖ തയ്യാറാക്കി നൽകിയിരുന്നു. ഇപ്പോൾ നടന്നതൊരു ഡെമോ മാത്രം. കൃത്യമായി ഇടപെട്ടില്ലെങ്കിൽ ഇനിയും പദ്ധതി അവതാളത്തിലാകാൻ സാധ്യതയുണ്ടെന്നും സൂരജ് ജോസ് 24-നോട് പറഞ്ഞു. ഇടപെടലും പിന്നെ ബേസിക്കലി ഒരു ഇതിനെപ്പറ്റി ഇൻട്രസ്റ്റ് ഇല്ല. ഇപ്പോൾ ഒരു പ്രോജക്റ്റ് ഇപ്പോൾ സീപ്ലെയിൻ്റെ ഇപ്പോൾ ഇന്നലെ ഇനോഗ്രേറ്റ് ചെയ്തു. ഇപ്പോൾ അടുത്ത 2 ആഴ്ച കഴിയുമ്പോൾ വേറൊരു പ്രോജക്റ്റ് വരും. ഇതിൻ്റെ ന്യൂസ് ഇപ്പോൾ പ്രസ് തന്നെ മറന്നു പോകും. അപ്പോൾ അതിൻ്റെ ഫോളോ അപ്പ് ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. ഇത് ഇവർ പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കിയാൽ നടക്കും. ഇത് ബേസിക്കലി ഒരു ഡെമോ മാത്രമേ ഉള്ളൂ, അല്ല ആരും സ്റ്റാർട്ട് ചെയ്തല്ല. അപ്പോൾ അതൊരു തെറ്റിദ്ധാരണയാണ്. അവർ ബേസിക്കലി പ്രൂവ് ചെയ്യാനാണ് ലൈക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത് YS അഭിനന്ദാണ്. അഭിനന്ദ, ഗുഡ് ഈവനിങ്. വലിയൊരു വിമർശനമാണല്ലോ ഇപ്പോൾ ഈ സൂരജ് ജോസ് ഉന്നയിച്ചിരിക്കുന്നത്. ഓരോ പദ്ധതി ഇങ്ങനെ കൊണ്ടുവരും, അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ടാകുന്നില്ല, ഇങ്ങനെ വരുന്നു, പ്രത്യേകിച്ചുള്ള ആസൂത്രണമില്ല, ഇതൊരു ഡെമോ മാത്രമാണ് ഇപ്പോൾ കഴിഞ്ഞതെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സൂരജ് ജോസ് ഉന്നയിക്കുന്നത്? അതിൽ എന്തൊക്കെ പരിഹാര മാർഗങ്ങളുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ടോ? സീപ്ലെയിൻ പദ്ധതി ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തതിനു ശേഷമാണ് ഇപ്പോൾ സൂരജ് ജോസ് ഇത്തരത്തിലേക്ക് ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. 10 വർഷം മുൻപ് കേരളത്തിൽ ഇത്തരത്തിലേക്ക് താൻ ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുകയും അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ആവിഷ്കരിക്കാൻ 2 സർക്കാരുകൾ മാറി മാറി വന്നപ്പോഴും ശ്രമിച്ചു. LDF സർക്കാരിന്റെ കാലത്തും ഒപ്പം തന്നെ UDF സർക്കാരിന്റെ കാലത്തും കൃത്യമായ പദ്ധതി രേഖ തയ്യാറാക്കി നൽകി. പക്ഷേ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ചില ഭാഗത്തുള്ള അലംഭാവമാണ് പദ്ധതി ഇഴഞ്ഞു നീങ്ങാൻ കാരണമായത്. ചിലർ പരിഹസിക്കുക പോലും ചെയ്തു. എത്ര തവണ മന്ത്രിമാരെയോ അല്ലെങ്കിൽ അധികൃതരെയോ കണ്ടാലും ഇത് നടപ്പിലാകില്ല എന്ന് പറയുകയും ചെയ്തു. ഇതിനുശേഷമാണ് ഇത് നിർത്തിപ്പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. കുറേയധികം നാൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഉണ്ടായി. പിന്നീട് അത് സാമ്പത്തിക ബാധ്യത കണക്കിലെടുത്ത് എയർക്രാഫ്റ്റ് കമ്പനിക്ക് വിൽക്കുകയായിരുന്നു എന്നും സൂരജ് ജോസ് പ്രതികരിച്ചു. ഈ സീപ്ലെയിൻ പദ്ധതി നല്ലൊരു സീപ്ലെയിൻ സിഇഒ സീപ്ലെയിൻ പദ്ധതിക്കെതിരായി ഉന്നയിച്ച വിമർശനങ്ങളാണ് YS അഭിനന്ദ് കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. സീപ്ലെയിൻ പദ്ധതിക്കെതിരായ ഇടതു തൊഴിലാളി സംഘടനകളുടെയും CPIയുടെയും എതിർപ്പ് തള്ളി CPIM. എല്ലാത്തിനെയും എല്ലാ കാലത്തും എതിർക്കാൻ കഴിയുമോ എന്നായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ചോദ്യം. മീൻപിടുത്തം നടക്കുന്ന ഒരു കായലിലും സീപ്ലെയിൻ ഇറങ്ങാൻ അനുവദിക്കില്ലെന്ന് CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് പറഞ്ഞു. സീപ്ലെയിൻ പദ്ധതിയുടെ ഭാഗമായ ജലവിമാനത്തിന്റെ പരീക്ഷണ പറക്കലിന് പിന്നാലെ വിവാദങ്ങളും ഉയർന്നു. മീൻപിടുത്തം നടക്കുന്ന കായലിൽ പദ്ധതി അനുവദിക്കില്ലെന്ന് ഇടതു തൊഴിലാളി സംഘടനകളായ CITUവും AITUCയും ഇന്നലെ തന്നെ വ്യക്തമാക്കി. സീപ്ലെയിൻ ആലപ്പുഴയുടെ അടിയന്തര ആവശ്യമല്ലെന്ന് CPIM നേതാവും CITU മത്സ്യത്തൊഴിലാളി യൂണിയൻ സംസ്ഥാന സെക്രട്ടറിയുമായ PP ചിത്തരഞ്ജൻ. ആലപ്പുഴ മത്സ്യത്തൊഴിലാളിയുടെ കേന്ദ്ര തൊഴിലെടുക്കുന്നിടത്ത് വരാതിരുന്നാൽ മതി. ബാക്കി ആലപ്പുഴ വരുന്നത് നമുക്കെതിരെ എതിർക്കുന്നത്. അതെ, അത് വന്നോട്ടെ എന്ന്. അതിലിപ്പോൾ മത്സ്യത്തൊഴിലാളി തൊഴിലെടുക്കുന്ന ഇടങ്ങളെ ഒഴിവാക്കണമെന്നുള്ള ഒറ്റ ഡിമാൻഡേ ഉള്ളൂ. മീൻപിടുത്ത മേഖലകളിൽ പദ്ധതി നടപ്പിലാക്കിയാൽ സമരപരിപാടികളിലേക്ക് നീങ്ങുമെന്ന് CPIയുടെ മുന്നറിയിപ്പ്. ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം വഴിമുട്ടും. അതുകൊണ്ടാണ് മത്സ്യബന്ധന മേഖലയിൽ, കക്കാത്തൊഴിലാളികൾ പണിയെടുക്കുന്ന മേഖലയിൽ ഇത് വേണ്ട എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നത്. ആ നിലപാട് യാതൊരു മാറ്റവും. എന്നാൽ എതിർപ്പുകളെ തള്ളുകയാണ് CPIM. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതല്ല, ഇതെല്ലാം പൊതുവായിട്ടുള്ള വളർച്ചയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അത് ആ അർത്ഥത്തിൽ തന്നെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടും. അങ്ങനെ ഇപ്പോൾ ഓരോന്നും പുതിയ രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഓരോന്നിനെയും എതിർക്കാൻ പറ്റും എല്ലാ കാലത്തും. കായലിൽ സീപ്ലെയിൻ ഇറക്കുമെങ്കിൽ തൊഴിലാളി സംഘടനകളുമായി ചർച്ച നടത്തുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി. ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ കടലിൽ കൊടികുത്തി പ്രതിഷേധിച്ചവരാണ് ഇപ്പോൾ സീപ്ലെയിനുമായി വന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പരിഹാസം. ഈ സീപ്ലെയിൻ ഇറങ്ങിയാൽ 1/4 കോടി മത്സ്യത്തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. അത് പറഞ്ഞ ആളുകളാണ് 10 കൊല്ലം കഴിഞ്ഞപ്പോൾ അതേ പുഴയിൽ അതേ കായലിൽ ഈ സീപ്ലെയിൻ ഇറക്കാൻ പോകുന്നത്. എന്തൊരു വിരോധാഭാസം. ഇതിനിടെ സീപ്ലെയിൻ പദ്ധതിയിൽ അവകാശവാദവുമായി മന്ത്രി VN വാസവൻ രംഗത്തെത്തി. സീപ്ലെയിൻ എന്ന ആശയം ആദ്യമായി കേരളത്തിൽ അവതരിപ്പിച്ചത് 2010 മാർച്ച് 9 കേരള നിയമസഭയിൽ ഞാനൊരു ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയത്തിലൂടെയാണ്. ആ കോളിംഗ് അറ്റൻഷൻ വരുന്നതിന് മുമ്പ് തന്നെ കോട്ടയം പ്രസ് ക്ലബ്ബിൽ
ഞാനൊരു വീഡിയോ കൊണ്ടുവന്ന് അന്ന് പ്രസ് ക്ലബ് അംഗങ്ങളായിരുന്ന ആളുകളെ എല്ലാം കാണിച്ചിരുന്നു. അത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അവരോട് ചോദിച്ചാൽ പറയും. 2010 നിയമസഭയിൽ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം കൊണ്ടുവന്നത് താനാണെന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ പദ്ധതി നടപ്പാക്കാൻ പഠനം നടത്തിയതെന്നുമാണ് അവകാശവാദം. മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകൾ ചർച്ച ചെയ്യുന്നതിന് വിവിധ തൊഴിലാളി സംഘടനകൾ പങ്കെടുക്കുന്ന മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി 20 ആലപ്പുഴയിൽ ചേരും. 24 ആലപ്പുഴ. വാർത്താമഴയുടെ സമയം പൂർണ്ണമാവുകയാണ്.